ഹലോ എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാൾ ദിവസം എടുത്ത ഒരു ഷോർട്ട് വീഡിയോ കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. പെരുന്നാൾക്ക് പിന്നെ മൈലാഞ്ചി ഇടാണ്ട് എന്ത് ആഘോഷമല്ലേ. അതുകൊണ്ട് ഞാനും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ ഇടാനൊന്നും അറിയില്ല കേട്ടോ. ജസ്റ്റ് എന്നെക്കൊണ്ടാവുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി കൊണ്ട് പേരെഴുതുന്ന എനിക്കിഷ്ടം കേട്ടോ. അതുകൊണ്ട് അതുകൂടി എഴുതി. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലത്തെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലുള്ളത് പോലെ തന്നെ ബിരിയാണിക്ക് വേണ്ടുന്ന ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളത്. രാവിലെ തന്നെ മസാല ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ഇത് മസാലേൻ്റെ പണിയൊക്കെ നടക്കലാണ്. ഇത് ഹസ്ബൻഡിൻ്റെ ഉമ്മാമയാണ് കേട്ടോ. ഓരിങ്ങനെ ഓരോ പണി എടുക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പണിയിലേക്ക് കിടന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അങ്ങനെ ഇതാ ഉള്ളി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന തക്കാളി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വെക്കാം. ഇതിൽ തന്നെ ബീഫ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്താട്ടോ വെക്കുക. അങ്ങനെ ഇതാ ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ബീഫും എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അത് അടുപ്പത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അത് കുക്കായി വന്നോളും. കുറച്ച് ടൈം കൂടുതലെടുക്കും അടുപ്പത്തായതുകൊണ്ട് തന്നെ. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ബീഫ് ബിരിയാണിക്ക് വേണ്ട മസാലയൊക്കെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ വേപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സംഭവം കാണിക്കാൻ വിട്ടുപോയി. ഇതാട്ടോ എൻ്റെ മൈലാഞ്ചി. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എനിക്കിഷ്ടമായിട്ടാ. അങ്ങനെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിച്ച് ഞങ്ങൾ റെഡിയായി വന്ന് ഇനി എല്ലാ വീട്ടിലേക്കും ഒന്ന് കയറി ഇറങ്ങണം. പെരുന്നാൾക്ക് പിന്നെ അതെന്തായാലും എല്ലാ വീട്ടിലും കുടുംബക്കാരുടെ വീട്ടിലും പോവും. പോവാ. അങ്ങനെ ഫസ്റ്റിൽ തന്നെ മാമൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ഇഷ്ടംപോലെ വീടുണ്ട് കേട്ടോ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇതാ ഒരു നല്ലൊരു തണുത്ത ഡ്രിങ്ക് കുടിച്ച് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് പോകട്ടെ. ഞങ്ങളുടെ പിന്നെ എല്ലാ പെരുന്നാളും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് എല്ലായ്പ്പോഴും കഴിക്കൽ. രാത്രി എൻ്റെ വീട്ടിൽ പോയിട്ടൊന്ന് കഴിക്കൽ. അപ്പോൾ നാസ്ത കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഒന്ന് പോകും. പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു 3:30-4 മണിയാകുമ്പോൾ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകും. ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം പെരുന്നാൾക്ക് നല്ല മഴയായിരിക്കുന്നു. പക്ഷേ മഴ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലായിടത്തും കയറാൻ വേണ്ടി പറ്റി. ഇവിടുന്ന് നല്ലൊരു ഐസ്ക്രീമും കൂടി കഴിച്ച്. മഴയില്ലാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക, വെയിലായിരുന്നു ഭയങ്കര. അതുകൊണ്ട് നല്ല ചൂടുണ്ടേനും നല്ല ദാഹം ഉണ്ടേനും. അങ്ങനെ തണുത്തൊക്കെ കഴിക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടി. പിന്നെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി നേരെ അടുത്ത വീട്ടിലേക്കാട്ടോ പോയത്. ഇവിടെ ഏകദേശം കുറച്ചധികം വീട് തന്നെ ഉണ്ട് നമുക്ക് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ശരി വന്നല്ലോ. ഇതെവിടെയിരുന്നോ? അങ്ങനെ കുറച്ച് സമയം ആടെ ഇരുന്ന് എല്ലായിടത്തും കയറി ഇറങ്ങുമ്പോഴത്തേക്ക് അങ്ങനെ കുറേ വീട്ടിൽ കയറി ഇറങ്ങി. അങ്ങനെ വയറൊക്കെ ഫില്ലായിട്ടുണ്ടായ കുറേ വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി ഐറ്റം കണ്ട്. നമ്മൾ ഉണ്ടയില്ലേ, അരിയുണ്ടയും തരിയുണ്ടയൊക്കെ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കുകയാട്ടോ ചെയ്തത്. നല്ല വെയിലായതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ച് നടക്കുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ക്ഷീണേനു. അങ്ങനെ എല്ലായിടത്തും കയറി ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം 1 മണി ആയിട്ടുണ്ട്, ഉച്ച സമയം ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി 3:30 പോകട്ടെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇതൊരു 1:20 അങ്ങനെ ആകുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ 3:30 എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്.
അപ്പോൾ പിന്നെ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ബാക്കി കുറച്ച് പണി കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് ചെയ്ത് പപ്പടം പൊരിക്കൽ അങ്ങനത്തെ ചെറിയ ചെറിയ പണി ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് ചെയ്ത്. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി കൂടി ഒന്ന് നോക്കാം. ബിരിയാണി ഇത് മസാല നല്ല സെറ്റ്. നമുക്കിതെല്ലാം പ്ലേറ്റിലേക്ക് ആക്കാം. അങ്ങനെ ഇത് പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് നല്ലോണം എൻജോയ് ചെയ്തിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട്. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അച്ചാറും കച്ചമ്പറും തൈരും ചമ്മന്തിയും പപ്പടവും എല്ലാം കൂട്ടി നല്ലോണം ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അൽഹംദുലില്ലാഹ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാട്ടോ പോയത്. എൻ്റെ വീട് ഡയറക്റ്റുള്ള പോയത് എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കാട്ടോ പോയത്. അവിടെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടേനു. ഇവിടെ പിന്നെ എല്ലാ കുട്ടിപ്പട്ടാളുകളും ഒന്നിച്ചുണ്ടേനു. അതുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടേനു, ഭയങ്കര കളിയേനു. ഐജി അതുകൊണ്ട് എൻ്റെ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്നിച്ച് കണ്ടുകൊണ്ട് കളിക്കാമല്ലോ കുറച്ച് ടൈം. മിലു അടി അങ്ങ് പോന്നേ. എടാ മിലു അങ്ങോട്ടേക്ക് പോന്നേ. അസ്ലത്ത മിലു അങ്ങോട്ടേക്ക് പോന്നേ. ഒറ്റക്ക് പോവാ അങ്ങോട്ടേക്ക്. കുട്ടിപ്പട്ടാളം കുഞ്ഞു കുഞ്ഞു കുട്ടികൾ പിന്നെ അവരുടേതായ കളികളിലായിട്ട് അങ്ങനെ അങ്ങ് പോയി. കുറച്ചാൾ സൈക്കിൾ ഓടിക്കുന്നുണ്ട്, കുറച്ചാൾ ഓടിക്കളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ആ ഒരു ടൈമിൽ ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചായയും കുടിച്ച് കുറച്ച് കൂടുതൽ ടൈം തന്നെ നമ്മളവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച് പിന്നെ നേരെ ഒരു 6 മണി ഒരു 6:30 കഴിഞ്ഞപ്പോൾ കേട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായത്. എല്ലാ പെരുന്നാൾക്കും ഏകദേശം ഇതുപോലെ തന്നെ കേട്ടോ നടക്കൽ. ഉച്ചയ്ക്ക് എന്തായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കും, രാത്രി എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കും, പിന്നെ എല്ലാ കുടുംബക്കാരും വീട്ടിലേക്ക് ഒന്ന് പോവും. അത് തന്നെ കേട്ടോ. അല്ലാണ്ട് പുറത്ത് ബീച്ചിൽ മാളിൽ അങ്ങനെയൊന്നും പോയില്ല. ഒന്നാമത് നല്ല ബ്ലോക്ക് ആയിരിക്കും, പോയാൽ തന്നെ ഭയങ്കര റഷ് ആയിരിക്കും, നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല, അത്രയും ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ദിവസം നമ്മൾ ഇതുപോലെ തന്നെ കേട്ടോ. ഇനി എല്ലാ വർഷവും ഏകദേശം ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോവൽ. പിന്നെ ഇതാ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി എൻ്റെ വീട്ടിലേക്കാട്ടോ പോയത്. അങ്ങനെ ഇതാ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രാത്രി പിന്നെ ഫുഡ് ബിരിയാണി ആക്കിയിട്ടില്ല. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചതുകൊണ്ട് തന്നെ രാത്രി നെയ്പ്പത്തിലും അതുപോലെ തന്നെ ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും ഒക്കെ ആട്ടോ ആക്കിയത്. അങ്ങനെ അതുമൊക്കെ കഴിച്ച് നല്ല സുഖമായി കിടന്നുറങ്ങുക കേട്ടോ ചെയ്തത്. പിന്നെ ഇത് ഞങ്ങൾ പെരുന്നാൾക്ക് എടുത്ത കുറച്ച് ഫോട്ടോസ് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പെരുന്നാൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.